ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ നമ്മുടെ ഇളം വെയിലൊക്കെ കൊള്ളാനായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. നല്ല വെയിലും നല്ല കാറ്റും, ഫ്രണ്ടിൽ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ പോകുന്നു. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ വന്നിരിക്കാറുണ്ട്. കുറച്ച് നടക്കും, കുറച്ചുകൂടെ വന്നിരിക്കും. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നതെന്നു വെച്ചാൽ, ഞാനൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കി. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ അങ്ങനെ ആരുടെയും റെസിപ്പി ഒന്നും കണ്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഓരോന്ന് തോന്നും. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയപ്പോഴത്തേന് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരൂ, എൻ്റെ കിച്ചണിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ സ്റ്റ്യൂ ഇഷ്ടമല്ലേ? ഇപ്പോൾ നോയമ്പൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്പോൾ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാം. അങ്ങനെ പല ദിവസം ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ പല എന്താ പറയുന്നത്, ഇന്നോവേഷൻസൊക്കെ നടത്തി ഈ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ മനസ്സിൽ ഓരോ ഇൻട്രസ്റ്റാണ് കേട്ടോ. പലർക്കും പല ഇതിലാണല്ലോ ഇൻട്രസ്റ്റ്. ഓരോ ടാലൻ്റാണല്ലോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാം. എന്താണേലും എൻ്റെ ചിക്കൻ സ്റ്റ്യൂ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബോണോടുകൂടി 1 കിലോ ചിക്കൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ഉപ്പ്, കുറച്ച് പെപ്പർ ഇതെല്ലാം ചേർത്ത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടതായ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, സ്പൈസസ് ആയിട്ട് ബേ ലീവ്സ്, സിന്നമൺ സ്റ്റിക്സ്, ഏലക്ക, പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടു. അതിനുശേഷം എനിക്ക് ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള അവയെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റുക. വലുതായിട്ട് വഴറ്റേണ്ട, ഒരുവിധം ഒന്നായി കഴിയുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഞങ്ങൾക്കിവിടെ തേങ്ങാപ്പാലായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ അതിനകത്ത് ഉപ്പും കൂടെ ഇട്ട ശേഷമാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പം ഈ ഡൈല്യൂട്ട് ചെയ്ത പാലൊഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ട് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊട്ടറ്റോ അതിനകത്ത് ഇടുക. കാരണം അല്ലെങ്കിൽ പൊട്ടറ്റോ വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടറ്റോ ഇട്ടത്. അപ്പം അതും കൂടെ വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും പൊട്ടറ്റോ വേകുമ്പോഴത്തേക്കും നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ അത് 1 കപ്പ് ഒഴിക്കുക. കുറച്ച് നെയ്യ് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്ത് കോരുക. ഒരു ടൊമാറ്റോ 4ആയിട്ട് കീറി അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഈ കോൺസെൻട്രേറ്റഡ് മിൽക്ക് ഒഴിച്ച ശേഷം കറി തിളയ്ക്കരുത്, ഒന്ന് ജസ്റ്റ് ചൂടാകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ വറുത്ത ടൊമാറ്റോയും കാഷ്യൂവും ഇടുക, ഉപയോഗിക്കുക. അടിപൊളിയാണ്. പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഒരു 15-20 മിനിറ്റ് നേരം ആദ്യം നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. അപ്പോഴത്തേനും ആ ചിക്കൻ ഭയങ്കര സോഫ്റ്റാവും. അതൊരു വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചാൽ പിന്നെ ബാക്കി കറി അടിപൊളിയാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളിയാണ്. ഞങ്ങളിന്ന് പാലപ്പത്തിൻ്റെ കൂടെയാണ് ഈ ചിക്കൻ ടേസ്റ്റ് ചെയ്തത്. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇഷ്ടം ചിക്കൻ നല്ല സോഫ്റ്റ് അല്ലേ?
No? ചിക്കൻ നല്ല സോഫ്റ്റ് അല്ലേ? Very soft. ഉം? നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.